ഫെബ്രുവരി 6 വിശുദ്ധ ഗോൺസാലോ ഗാർസിയയും കൂട്ടരും. രക്തസാക്ഷിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഗോൺസാലോ ഗാർസിയ. 1557 പഴയ ബോംബെയുടെ ഭാഗമായ ബാസെയിനിലായിരുന്നു ജനനം. പണ്ടത്തെ ഒരു പോർച്ചുഗീസ് താവളമായിരുന്നു ബാസെയിൻ. ഇന്ന് അത് വാസായി എന്നറിയപ്പെടുന്നു. പിതാവ് ഒരു പോർച്ചുഗീസുകാരനും അമ്മയൊരു കൊങ്കൺ സ്ത്രീയുമായിരുന്നു. ഗോൺസാലോയുടെ ബാല്യത്തിൽ തന്നെ മാതാപിതാക്കൾ മൃതിയടഞ്ഞു. 7-ാമത്തെ വയസ്സിൽ ഗോൺസാലോ ബാസെയിൻ തുറമുഖത്ത് ഈശോ സഭക്കാരുടെ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയത്. പിന്നീട് ഈശോ സഭയുടെ കോളേജിൽ പഠനം തുടർന്നു. 1574 ഗാർസിയ സെബാസ്റ്റ്യൻ ഗോൺസൽവസ് എന്ന ഈശോ സഭ വൈദികനോടൊപ്പം ജപ്പാനിലേക്ക് പോയി. ഏകദേശം 8 വർഷക്കാലം ഗോൺസാലോ ഫാദർ സെബാസ്റ്റ്യനോടൊപ്പം ഒരു മതാധ്യാപകനായി ജോലി ചെയ്തു. ഇക്കാലയളവിൽ ഗോൺസാലോ ഈശോ സഭയിൽ അംഗമായി ചേരാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അജ്ഞാതമായ കാരണത്താൽ ആ ശ്രമം വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹം പോയത് ചൈനയുടെ തെക്കേ അറ്റത്തുള്ള മക്കാവോ തുറമുഖ പട്ടണത്തിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു തനി വ്യാപാരിയായി ലാഭകരമായ ബിസിനസ്സിൽ ഏർപ്പെട്ടു. തിരക്കുള്ള മക്കാവോ നഗരത്തിൽ തനി പോർച്ചുഗീസുകാരനെ പോലെ അദ്ദേഹം ഫിലിപ്പീൻസിലെ മനിലായിലേക്ക് 1586 ഒരു ബിസിനസ് യാത്ര നടത്തി. അവിടെ ഫ്രാൻസിസ്കൻ സന്യാസികളുമായി പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ആഗ്രഹങ്ങൾ പുനർജീവിച്ചു തുടങ്ങി. അദ്ദേഹം അക്കൊല്ലം തന്നെ ഫ്രാൻസിസ്കൻ സഹോദരങ്ങളോടൊപ്പം ചേർന്നു. ദേഹത്തിൻ്റെ വിളക്ക് മാറ്റമില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ പലപ്പോഴും അജ്ഞാതവും അവിശ്വസനീയവും അത്ഭുതവാഹവുമാണ്. ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ അദ്ദേഹം ഏതുതരം ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് അവിടെ ഗോൺസാലോ അടുക്കളയിലും ഊട്ടുമുറിയിലും അത്യുത്സാഹത്തോടെ ജോലി ചെയ്തു. ആഹാര സാധനങ്ങളും മറ്റു നിത്യോപയോഗ സാധനങ്ങളും വാങ്ങാൻ മാനില ചന്തയിൽ കൂടെ പോകാൻ ഗോൺസാലോയ്ക്ക് അവസരം കിട്ടിയിരുന്നു. സാമാന്യം നല്ലതുപോലെ ജപ്പാൻ ഭാഷ സംസാരിച്ചിരുന്ന ഗോൺസാലോ മനിലായിലെ ജപ്പാൻകാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ജപ്പാനിൽ കഴിഞ്ഞ 8 കൊല്ലക്കാലത്തിനിടയിലാണ് അദ്ദേഹത്തിന് ജപ്പാൻ ഭാഷ പരിജ്ഞാനം കിട്ടിയത്. അക്കാലത്ത് അദ്ദേഹം ജപ്പാനിലെ ആശുപത്രികളിൽ രോഗികളെ പരിചരിക്കാൻ സഹായിച്ചിരുന്നു. അതിനിടെ മനിലായിലെ തീക്ഷ്ണരായ ഫ്രാൻസിസ്കൻ സന്യാസികൾ ജപ്പാനിൽ ഒരു മിഷൻ തുടങ്ങാൻ ആലോചിച്ചു തുടങ്ങി. ജപ്പാനിൽ മുൻ പരിചയവും ഭാഷാ പരിജ്ഞാനവുമുള്ള ഗോൺസാലോയുമൊത്ത് ഫാദർ പെദ്രോ ബാപ്റ്റിസ്റ്റ 1592 മനിലായിൽ നിന്ന് ജപ്പാനിലേക്ക് കപ്പൽ കയറി. അവിടെ എത്തിയപ്പോൾ ഫ്രാൻസിസ്കൻ സുപ്പീരിയറിൻ്റെ ഔദ്യോഗിക പരിഭാഷകനും സന്യാസ സഭയുടെ ഔദ്യോഗിക ഇടപാടുകാരനുമായി ഗോൺസാലോ ജോലി നോക്കി. അദ്ദേഹം മക്കോവായിലും ജപ്പാനിലെ ഒസാക്കയിലും ഫ്രാൻസിസ്കൻ സഭക്കാരുടെ പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ജപ്പാൻ ഭാഷ നന്നായി സംസാരിച്ചിരുന്ന ഗോൺസാലോ രാജസന്നിധിയിലെത്തി പല മിഷനറിമാർക്കു വേണ്ടി മാധ്യസ്ഥ്യം അപേക്ഷിച്ച് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുണ്ട്. 1587 ജപ്പാനിലെ കുപ്രസിദ്ധമായ മതപീഡനം ആരംഭിക്കുന്നത്. മിഷനറിമാർ തൻ്റെ അധികാരം തകർത്ത് കളയുമെന്ന് ചക്രവർത്തി ഭയപ്പെട്ടിരുന്നു. 1596 ഡിസംബർ 8 ചക്രവർത്തി സന്യാസികളെ വീട്ടുതടങ്കലാക്കി. ഡിസംബർ തന്നെ സകല മിഷനറിമാരെയും വധിക്കാനുള്ള കൽപ്പന ചക്രവർത്തി പുറപ്പെടുവിച്ചിരുന്നു. അധികം താമസിയാതെ സന്യാസികൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥർ 26 സന്യാസികളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ഇടത് ചെവി ഛേദിച്ച് കളയുകയും ചെയ്തു. വധശിക്ഷയ്ക്ക് വേണ്ടി ഇവരെ ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും നടത്തിക്കൊണ്ട് നാഗസാക്കി നഗരത്തിലേക്ക് കൊണ്ടുപോയി. അവരിൽ 6 പേര് ഫ്രാൻസിസ്കരായിരുന്നു: ഗോൺസാലോ ഗാർസിയ, പീറ്റർ ബാപ്റ്റിസ്റ്റ്, മാർട്ടിൻ ഡെ അക്വീറ, ഫ്രാൻസിസ് ബ്ലാക്കോ, വിശുദ്ധ മിഖായേലിൻ്റെ ഫ്രാൻസിസ്, ഫിലിപ്പ് ഡെ ലെസ് കാസാസ് എന്നിവർ.
3 പേർ ഈശോ സഭക്കാരായിരുന്നു. ഈശോ സഭ സഹോദരരായ ജോൺ ഗോട്ടോയും ജെയിംസ് കിസായും വൈദികനായ പോൾ മിക്കിയും. ബാക്കി 17 പേർ ജപ്പാൻകാരായ അൽമായ സഹോദരന്മാരായിരുന്നു. അതിൽ ചിലർ പരിഭാഷകരും മറ്റ് ചിലർ മതാധ്യാപകരുമായിരുന്നു. 1597 ഫെബ്രുവരി 5 ആദിനിന്ദ്യവും ക്രൂരവുമായ ആ കൂട്ടക്കുരുതി നടപ്പിലാക്കപ്പെട്ടത്. നാഗസാക്കി നഗരത്തിന് അഭിമുഖമായി നിൽക്കുന്ന കുന്നിൽ 26 കുരിശുകളിലായി ആ 26 നിരപരാധികളെയും കുരിശിൽ തറച്ച് ഉയർത്തി നിർത്തി. 4 ആരാചകന്മാർ തങ്ങളുടെ കുന്തങ്ങൾ എടുത്ത് ഓരോരുത്തരെയും ഇരുവശങ്ങളിൽ നിന്ന് മാറിൽ കുത്തിയിറക്കി. ഗാർസിയ ദൈവസ്തുതികൾ പാടിക്കൊണ്ട് തൽക്ഷണം മരിച്ചു. ഈ ഭയാനക രംഗം കണ്ടുകൊണ്ടുനിന്ന ക്രിസ്ത്യാനികൾ ഹൃദയം പൊട്ടി നിലവിളിച്ചു, "ഈശോയെ മറിയമേ!" അവരുടെ ദീനരോദനം ആകാശം തകർക്കുന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു. ഈ നാഗസാക്കി ഇന്ന് ലോകത്തിലെമ്പാടും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. 2ാം ലോകമഹായുദ്ധത്തിൽ 2ാമത്തെ ആറ്റം ബോംബ് പതിച്ചത് ഇവിടെയാണ്. അന്ന് നാഗസാക്കി ഒരു തീ നഗരമായി കത്തിയമർന്നു. ആയിരങ്ങൾ ഒറ്റയടിക്ക് മരിച്ചു വീണു. ജീവിച്ചിരുന്നവർ മരിച്ചവരെക്കുറിച്ച് അസൂയപ്പെട്ടു. അത്ര ഭയാനകവും ഭീതിജനകവുമായിരുന്നു അന്നത്തെ നാശം. ആ നഗരത്തെ അഭിമുഖീകരിക്കുന്ന വിശുദ്ധഗിരിയിലാണ് 26 രക്തസാക്ഷികൾ ക്രിസ്തുവിനു വേണ്ടി രക്തം ചിന്തി ദയനീയമായി മരിച്ചത്. ജപ്പാനിൽ വീണ്ടും മിഷനറിമാർ കാലുകുത്തിയത് 1860-ലാണ്, അതായത് 263 വർഷങ്ങൾക്ക് ശേഷം. അന്നും അവിടുത്തെ ജനങ്ങളിൽ പലരും ക്രിസ്തീയ വിശ്വാസം രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. 1627 സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ ദിനത്തിൽ അന്നത്തെ 26 രക്തസാക്ഷികളെ 8ാം ഉർബൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. 1862 ജൂൺ 8 9ാം പിയൂസ് മാർപ്പാപ്പ നാഗസാക്കിയിൽ വിശുദ്ധഗിരിയിൽ വധിക്കപ്പെട്ടവരെയെല്ലാം വിശുദ്ധരായി പ്രഖ്യാപിച്ചു. വിചിന്തനം: തൻ്റെ സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിൽ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13.